എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കിൻ്റെ ഒരു ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാനാണ്. ഇന്ന് നമ്മൾ ചോദിക്കുന്നത് യൂട്യൂബേഴ്സിനോടാണ്, യൂട്യൂബ് ടിപ്സ് പറയണ നമ്മുടെ ക്രിയേറ്റേഴ്സിനാണ് ഒരു ചോദ്യം. ഇത് ശരിക്കും കമൻ്റായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇതെല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് തന്നെയാണ് വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നുണ്ടാ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷം വരുന്ന വാച്ച് ടൈം, ആ വാച്ച് ടൈം നമ്മൾ 365 ദിവസത്തിൽ നമ്മൾ 4000 മണിക്കൂർ തന്നെയായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വേണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് സ്ഥിരമായിട്ട് നിലനിർത്തി പോകണോ, അതോ അതിനേറ്റവും വാച്ച് ടൈം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവുമോ? ഞാനപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ട 3 യൂട്യൂബ് ടിപ്സിൻ്റെ ചാനലുകളെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം, പിന്നെ AVS യൂട്യൂബ് ടിപ്സ്, പിന്നെ ഷിജോപി എബ്രാം, ഈ 3 ചാനലുകളെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിനുള്ള മറുപടി തരാം, അല്ലെങ്കിൽ വേറെ ടിപ്സ് പറയുന്ന ക്രിയേറ്റേഴ്സിനും ഇതിനുള്ള മറുപടി തരാം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ചാനലിൽ ഷമീർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000 മണിക്കൂർ വേണ്ട, അതിൽ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിജോപി അബ്രാം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000 മണിക്കൂർ തന്നെ വേണമെന്ന്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു സംശയം മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നത്, ഇതൊരുവിധം ചെറിയ ചാനലിലെ ക്രിയേറ്റേഴ്സിനും ഈ ഒരു സംശയം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതപ്പോൾ നിങ്ങളൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാവും അത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ ടിപ്സ് പറയുമ്പോൾ അതിൽ വാച്ച് ടൈമിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു തർക്കം ഞാൻ 1-2 വീഡിയോസിൽ കേട്ടിരുന്നു. അത് യൂട്യൂബേഴ്സ് കോർണർ മലയാളത്തിൻ്റെയും പിന്നെ AVS യൂട്യൂബ് ടിപ്സും തമ്മിലൊരു ചെറിയൊരു തർക്കം ഉള്ളതായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തർക്കിച്ച് അത് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് ഒരു സൗഹൃദമായിട്ട് നമ്മളത് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുട്ടാ. അങ്ങനെ ഒരു സംഭാഷണം വരെ ഞങ്ങൾക്കൊരു അരോചകമായിട്ട് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞിട്ടാ. അപ്പോൾ ഈ ഒരു ഡൗട്ടിന് നിങ്ങൾ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.